അടുത്തതായിട്ട് ഡെറിവേറ്റീവ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ z എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ കൺസിഡർ ചെയ്യാം. അതുപോലെ z നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് എന്ന് പറയുന്ന ഒരു രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഡെൽറ്റ സെറ്റ് നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യാറ്? ഇതിലെ ചേഞ്ചിലെ z മൈനസ് z നോട്ടിനെയാണ് നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുക? ഡെൽറ്റ z എന്ന് റെപ്രസെന്റ് ചെയ്യാം. z മൈനസ് z നോട്ടിനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുക? ഡെൽറ്റ z എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ w ഈക്വൽ ടു എഫ് ഓഫ് z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? ഒരു എക്സ് വൈ പ്ലെയിനിൽ നിന്ന് ഒരു യു ബി പ്ലെയിനിലേക്കുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയാം. എക്സ് വൈ പ്ലെയിനിൽ നിന്ന് യു ബി പ്ലെയിനിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, കോംപ്ലക്സ് ഫംഗ്ഷൻ. അപ്പൊ ഈ എക്സ് വൈ പ്ലെയിനിലെ ഏതൊരു പോയിന്റ് സെറ്റിനെയും അതെന്ത് ചെയ്യും? യു ബി പ്ലെയിനിലെ എഫ് ഓഫ് സെറ്റ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിലാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ് ഡാഷ് സെറ്റ് നോട്ട് എന്നാണ്. ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് സെറ്റ് നോട്ട്. സെറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു സെറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ് ഡാഷ് സെറ്റ് നോട്ട് എന്നാണ്. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ആസ് ഡെൽറ്റ സെറ്റ് ടെൻഡ്സ് ടു 0 ആണ്. അപ്പോൾ എന്താണ് എഫ് ഡാഷ് സെറ്റ് നോട്ട്? ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ z ടെൻഡ്സ് ടു 0 എഫ് ഓഫ് z നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ്. അതായത് ഈ ഒരു ഫംഗ്ഷന്റെ എഫ് ഓഫ് z നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് z നോട്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? അപ്പൊ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡെറിവേറ്റീവ് അറ്റ് പോയിന്റ് z നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് z നോട്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഡി എഫ് ബൈ ഡി സെറ്റ് അറ്റ് z ഈക്വൽ ടു z നോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഒരു എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു z സ്ക്വയർ മൈനസ് 5z എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് കാണണം. ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്തറിയാം? ഇതിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2z ആണ് മൈനസ് 5. എന്താണ് എന്ത് വരിക? എഫ് ഡാഷ് സെറ്റ് വരിക. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇത് എങ്ങനെ കാണും എന്നുള്ളതാണ്. അപ്പൊ അതിന് ആദ്യം എന്ത് കാണണം? എഫ് ഓഫ് z നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ്. ഇവിടെ എന്താണ്? ഡെറിവേറ്റീവ് ജനറൽ ആയിട്ടാണ് കാണാൻ പറഞ്ഞത് അല്ലെ? ഏതൊരു പോയിന്റിലും ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? അപ്പൊ അത് കാണാൻ നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്താൽ മതി? ഈ z നോട്ട് എന്ന് പറയുന്ന പോയിന്റിന് പകരം ജനറൽ ആയിട്ടുള്ള z കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എഫ് ഡാഷ് സെറ്റ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് എന്ന് കിട്ടും. അപ്പോ നമുക്ക് എന്തറിയാം? z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. അതുപോലെ എന്തറിയാം? ഡെൽറ്റ സെറ്റ് എന്താണ്? ഡെൽറ്റ സെറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ z പ്ലസ് ഡെൽറ്റ സെറ്റ് എന്താണ് വരിക? z പ്ലസ് ഡെൽറ്റ സെറ്റ് ഈക്വൽ ടു രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ അഡീഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇവിടുത്തെ ഇമാജിനറി പാർട്ടിന്റെ സം. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന് വരും. അപ്പൊ ഇതാണ് z പ്ലസ് ഡെൽറ്റ സെറ്റ്. അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്? എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ സെറ്റ് ആണ് കാണേണ്ടത്. നമുക്ക് എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ സെറ്റ് എന്ന് കാണേണ്ടത്. അപ്പൊ എഫ് ഓഫ് z എന്താണ്? z സ്ക്വയർ മൈനസ് 5z ആണെന്ന് അറിയാം. അപ്പൊ എങ്ങനെയാ എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ സെറ്റ് കാണുക? z പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? z പ്ലസ് ഡെൽറ്റ സെറ്റ് എന്നുകൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഈ z പകരം z പ്ലസ് ഡെൽറ്റ സെറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലെ? z പ്ലസ് ഡെൽറ്റ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ ആണ്. അപ്പൊ z പ്ലസ് ഡെൽറ്റ സെറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുക? ഈ z റിയൽ പാർട്ടിനെ ഇവിടുത്തെ റിയൽ പാർട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അതുപോലെ ഇവിടുത്തെ ഇമാജിനറി പാർട്ടിനെ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ റിയൽ പാർട്ട് കാണുന്ന എക്സ് കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യേണ്ടി വരും? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. y കാണുന്ന സ്ഥലത്തൊക്കെ എന്ത് റീപ്ലേസ് ചെയ്യേണ്ടി വരും? y പ്ലസ് ഡെൽറ്റ സെറ്റ്.
പക്ഷെ ഇവിടെ എന്തല്ല ഫംഗ്ഷൻ എന്തിലല്ല എക്സിലും വൈയിലും അല്ല തന്നിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് സെറ്റ് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാൻ മതി ജസ്റ്റ് സെറ്റ് എന്ന് കാണുന്നിടത്ത് സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് റീപ്ലേസ് ചെയ്താൽ മതി. ഇൻ കേസ് ഈ ഫംഗ്ഷൻ എക്സിലും വൈയിലും ആയിരുന്നു തന്നിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന റിയൽ പാർട്ട് എക്സ് കാണുന്നിടത്തൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊണ്ടും വൈ കാണുന്നിടത്തൊക്കെ വൈ പ്ലസ് ഡെൽറ്റ വൈ കൊണ്ടും റീപ്ലേസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സെറ്റിൽ തന്നെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സെറ്റിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം സെഡ് പ്ലസ് ഡെൽറ്റ സെറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെറ്റ് എന്ന് വരും സെഡ് പ്ലസ് ഡെൽറ്റ സെറ്റ് ഹോൾ സ്ക്വയർ, അതായത് സെഡ് സ്ക്വയറിന് പകരം സെഡ് പ്ലസ് ഡെൽറ്റ സെറ്റ് ഹോൾ സ്ക്വയർ മൈനസ് 5z സെഡ് പ്ലസ് ഡെൽറ്റ സെറ്റ് എന്ന് വരും. അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടും ഈ ഒരു ഫംഗ്ഷൻ കിട്ടും. ഇനി ഈ ഒരു ലിമിറ്റിൽ നമുക്ക് എന്താണ് കാണേണ്ടത് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് മൈനസ് എഫ് ഓഫ് സെറ്റ് എന്നാണ് കാണേണ്ടത് നമുക്ക് കാണേണ്ടത്. സോ ഇതിന് എന്ത് കുറക്കണം മൈനസ് സെഡ് സ്ക്വയർ മൈനസ് 5z സബ്സ്ട്രാക്ട് ചെയ്യണം മൈനസ് ഓഫ്. അപ്പൊ എന്ത് വരും ഇവിടെ ഒരു സെഡ് സ്ക്വയർ ഉണ്ട് ഈ സെഡ് സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു മൈനസ് 5z ഉണ്ട് ഈ മൈനസും കൂടെ പ്ലസ് 5z ആവും അതും ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ ബാക്കി എന്താ വരിക 2z into delta z പ്ലസ് ഡെൽറ്റ സെറ്റ് ഹോൾ സ്ക്വയർ മൈനസ് 5 ഡെൽറ്റ സെറ്റ് എന്നാണ് വരിക. പിന്നെ നമുക്ക് ഈ ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻഡ്സ് ടു 0 ദിസ് ക്വാണ്ടിറ്റി ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് ദിസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് എന്ന് വരും. ഇതിൽ എല്ലാ ടേമിലും എന്തുണ്ട് ഡെൽറ്റ സെറ്റ് കോമൺ ആണ്, അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ ബാക്കി എന്താ വരിക ഇവിടെ 2z വരും, ഇവിടെ ഒരു ഡെൽറ്റ സെറ്റ് വരും, ഇവിടെ ഒരു ഡെൽറ്റ സെറ്റ്, ഇവിടെ മൈനസ് 5 എന്ന് വരും. അപ്പൊ ഈ ഡെൽറ്റ സെറ്റും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ 2z പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് 5 എന്നാണ് കിട്ടുക. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0 ആയി പോകും. ബാക്കി എന്താ വരിക 2z മൈനസ് 5 എന്ന് വരും. അത് തന്നെയാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഡാഷ് z നോട്ട് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് അറ്റ് z നോട്ട് ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ z ടെൻഡ്സ് ടു 0 എഫ് ഓഫ് z നോട്ട് പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ z. ഇനി അതുപോലെ ഇതിന്റെ റൂൾസ് നോർമൽ ആയിട്ട് റിയൽ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡി ബൈ ഡി സെറ്റ് ഓഫ് സി ഈക്വൽ ടു 0, അതായത് ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതുപോലെ ഒരു ഡെറിവേറ്റീവിന്റെ അകത്തൊരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. പിന്നെ രണ്ട് ഫംഗ്ഷന്റെ അഡീഷൻ ഡെറിവേറ്റീവ് ഓഫ് ടു ഫംഗ്ഷൻ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അതുപോലെ പ്രൊഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. കോഷ്യൻ റൂൾ നോർമൽ ആയിട്ട് റിയൽ കേസിലുള്ളത് പോലെ തന്നെയാണ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ. അതുപോലെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ എഫ് ഓഫ് ജി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എഫിന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് സെറ്റ് ഇൻറ്റു ജി ഡാഷ് സെറ്റ് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് പവർ റൂൾ സെറ്റ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന എൻ ഇൻറ്റു സെറ്റ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അതുപോലെ ഇതിലെ ഒരു ജി ഓഫ് സെറ്റ് ഹോൾ റൈസ് ടു എൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എൻ ഇൻറ്റു ജി ഓഫ് സെറ്റ് ഹോൾ റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു പിന്നെ ഈ ജി ഓഫ് സെറ്റിന്റെ ഡെറിവേറ്റീവ് അതായത് ജി ഡാഷ് സെറ്റ്. ഇവിടെ എൻ ഒരു ഇൻറ്റിജർ ആണ്. ഇനി ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നോക്കാം. ഇതെങ്ങനെയാണ് ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലെ നോർമൽ ആയിട്ട് കാണുന്നത് പോലെ തന്നെ എങ്ങനെ കണ്ടുവരും 3 ഇൻറ്റു സെറ്റ് റൈസ് ടു 4 ഡെറിവേറ്റീവ് എന്താ 4z ക്യൂബ് മൈനസ് 5 ഇൻറ്റു 3z സ്ക്വയർ പ്ലസ് 2 എന്ന് വരും. രണ്ടാമത്തെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കോഷ്യൻ റൂൾ ആണ് അല്ലെ. അപ്പൊ എന്ത് വരും 4z പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് z സ്ക്വയർ എന്നാൽ 2z മൈനസ് z സ്ക്വയർ ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ 4 ഡിവൈഡഡ് ബൈ 4z പ്ലസ് 1 ഹോൾ സ്ക്വയർ. റീഅറേഞ്ച് ചെയ്താൽ മതി. എന്ത് വരും ദിസ് ഇസ് ഈക്വൽ ടു ചെയ്യുകയാണെങ്കിൽ എന്ത് വരും റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് 4z ഇൻറ്റു 2z എന്താണ് 8z സ്ക്വയർ പ്ലസ് 2z മൈനസ് 4z സ്ക്വയർ ഡിവൈഡഡ് ബൈ 4z പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നത് ദിസ് ഇസ് ഈക്വൽ ടു 4z സ്ക്വയർ പ്ലസ് 2z ഡിവൈഡഡ് ബൈ 4z പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നത്. അതുപോലെ അടുത്ത എന്താണ് വരിക എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഐz സ്ക്വയർ പ്ലസ് 3z ഹോൾ റൈസ് ടു 5 ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് ഒരു 5 ഇൻറ്റു ഐz സ്ക്വയർ പ്ലസ് 3z ഹോൾ ടു ദ പവർ 4 ഇൻറ്റു പിന്നെ എന്ത് വരണം ഇതിന്റെ അകത്തുള്ള ഇതിന്റെ ഡെറിവേറ്റീവ് വരണം. എന്താണ് ഐ കോൺസ്റ്റന്റ് ആണ് 2z പ്ലസ് 3 എന്ന് വരും. ഇതാണ് ഇതിന്റെ ഡെറിവേറ്റീവ് വരിക. ഇനി അടുത്തത് ഈ ഒരു ഫംഗ്ഷൻ നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എനി പോയിന്റ് ആണ് എന്നുള്ളതാണ് നമുക്കിനി പറയാനുള്ളത്.
അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിലാണ് തന്നുള്ളത്? ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ് തന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ ടേംസ് ഓഫ് സെറ്റ് അല്ല, ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ ഇത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് എങ്ങനെയാണ് നമ്മൾ പറയാം? നമുക്ക് ചെക്ക് ചെയ്യണം. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് z ടെൻസ് ടു 0 f of z plus delta z മൈനസ് എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ ഡെൽറ്റ z എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആദ്യം ഇവിടെ എന്ത് കാണണം? z പ്ലസ് ഡെൽറ്റ z കാണണം. ഡെൽറ്റ z എന്താണ്? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആണ്. അപ്പൊ എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ എക്സിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊണ്ടും വൈനെ വൈ പ്ലസ് ഡെൽറ്റ വൈനെ കൊണ്ടും റീപ്ലേസ് ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സെറ്റിനെ z പ്ലസ് ഡെൽറ്റ z കൊണ്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ സെറ്റിന്റെ റിയൽ പാർട്ടിനെ ഇതിന്റെ റിയൽ പാർട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യുക, സെറ്റിന്റെ ഇമാജിനറി പാർട്ടിനെ ഇതിന്റെ ഇമാജിനറി പാർട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അതായത് എക്സിനെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊണ്ടും വൈനെ വൈ പ്ലസ് ഡെൽറ്റ വൈ കൊണ്ടും റീപ്ലേസ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് എന്താണ്? എക്സ് പ്ലസ് എന്നാണ് അല്ലെ. അപ്പൊ ഈ എക്സിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. പ്ലസ് 4i ഇൻറ്റു വൈ, വൈനെ എന്ത് റീപ്ലേസ് ചെയ്യണം? വൈ പ്ലസ് ഡെൽറ്റ വൈ കൊണ്ട് റീപ്ലേസ് മൈനസ് എക്സ് പ്ലസ് അല്ലെ, മൈനസ് ഓഫ് എക്സ് പ്ലസ് 4iy എന്ന് വരും. സോ മൈനസ് എക്സ് മൈനസ് 4iy എന്ന് വരും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരും? ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഈ എക്സും ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു 4iy ഉണ്ട്, മൈനസ് 4iy ക്യാൻസൽ ആയി പോകും. പിന്നെ എന്താണ് വരിക? ഡെൽറ്റ എക്സ് പ്ലസ് 4i ഇൻറ്റു ഡെൽറ്റ വൈ എന്നാണ്. 4i ഇൻറ്റു ഡെൽറ്റ വൈ എന്നാണ് വരിക. സോ ഈ ലിമിറ്റ് എന്താണ് വരിക? ദിസ് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്റർ എന്ത് വരും? എക്സ് ഡെൽറ്റ എക്സ് പ്ലസ് 4i ഡെൽറ്റ വൈ. ഡിനോമിനേറ്റർ എന്താണ് വരിക? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഈ ഒരു ക്വാണ്ടിറ്റിയാണ് വരിക. ഇനി ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് ഡിഫറെന്റ് പാത്തിലൂടെ ഈ ഒരു ലിമിറ്റ് കണ്ടു നോക്കുക. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാത്ത് ഡെൽറ്റ ഇസെറ്റ് ടെൻസ് ടു 0 എലോങ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഈ ഒരു ലൈനിലൂടെ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഈ ഒരു ലൈനിലൂടെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഈ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് വരിക? z എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലൂടെ അപ്രോച്ച് ചെയ്യുന്നത്. എവിടേക്ക്? ഡെൽറ്റ z ടെൻസ് ടു 0 അപ്രോച്ചസ് along a line parallel to x axis. അപ്പൊ ആ ഒരു സ്ഥലത്ത് എപ്പോഴും എന്താവും? ഡെൽറ്റ വൈ 0 ആവും. കാരണം എന്താ? ഡെൽറ്റ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൈയിലുള്ള ഇമാജിനറി പാർട്ടിലുള്ള ചേഞ്ച്. അപ്പൊ അതെപ്പോഴും എന്താവും? 0 ആയിട്ട് മാറും. അതിന് ഇവിടെ y ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആണ് വരിക. അപ്പോൾ ഡെൽറ്റ വൈ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വരും? ഈ ഒരു ടേമും 0 ആയിട്ട് മാറും. പിന്നെ നമുക്ക് എന്ത് ഉണ്ടാവുള്ളൂ? ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് അതിന്റെ ലിമിറ്റ് എന്ത് വരും? 1 ആണ് വരിക. അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 along a line parallel to y axis. y ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ കൺസിഡർ ചെയ്യുക. അതിലൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ഇതിലേക്ക്. അപ്പൊ എന്താ സംഭവിക്കുക? ആ ഒരു സ്ഥലത്ത് എപ്പോഴും എന്ത് 0? ഡെൽറ്റ എക്സ് എപ്പോഴും ഈ ഒരു ലൈൻ പാരലൽ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് എപ്പോഴും 0 ആയിട്ട് മാറും. ഡെൽറ്റ എക്സ് എപ്പോഴും 0 ആണ് വരിക. അപ്പോൾ ഡെൽറ്റ എക്സ് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? ഈ ഒരു ടേമിൽ ഈ ടേമും 0 ആയി, ഈ ടേമും 0 ആയി. അപ്പൊ നമുക്ക് എന്താ വരിക? 4i ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഐ ഡെൽറ്റ വൈ എന്ന് വരും. അതിൽ ഐ ഡെൽറ്റ വൈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്നാണ് ആ ഒരു ലിമിറ്റ് കിട്ടുക. 4 എന്ന് വരും. എന്താണ്? രണ്ട് ഡിഫറെന്റ് പാത്തിലൂടെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ഡിഫറെന്റ് ലിമിറ്റുകൾ കിട്ടി. അപ്പൊ ആ ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ആ ഒരു ഡെറിവേറ്റീവ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം.